ബിഗ് ബോസ് മലയാളം സീസൺ 6 കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ വരുന്നുണ്ട്. ഒരുപാട് കോൺട്രവേഴ്സികളെല്ലാം വെളിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഗെയിമുകളാണെന്നും ചിലർക്ക് മാത്രം ഫേവർ ചെയ്തിട്ടുള്ളതാണെന്നും ഒക്കെ പറഞ്ഞ് ഇപ്പോൾ കോടതിയിൽ കേസ് വരെയൊക്കെ ആയിട്ടുണ്ട്. സിബിൻ്റെ വക കേസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോഴാണ് ഡോക്ടർ റോബിൻ പറഞ്ഞ മുന്നേ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് റിവീൽ ചെയ്യേണ്ടി വരുന്നത്. ഡോക്ടർ റോബിൻ കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂവിന്റെ പേരിൽ ഡോക്ടർ റോബിനെ വെളിയിലാക്കുകയും ചെയ്തിരുന്നു. എന്നുവെച്ചാൽ ബിഗ് ബോസ് ആരെ നെഗറ്റീവ് ആക്കണം എന്ന് വിചാരിച്ചാൽ അവരെ നെഗറ്റീവ് ആക്കാൻ പറ്റുന്ന ഒരു ഗെയിം തന്നെയായിരുന്നു അന്ന് റോബിനെതിരെ കളിച്ചത്. പക്ഷെ റോബിന് അവിടെ ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ റോബിൻ അവിടെ ഗെയിം കളിച്ചത് മാരാർക്കെതിരെയായിരുന്നു. മാരാർ എന്ന് വെച്ചാൽ അന്ന് നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയവും വോട്ടിങ്ങിലൊക്കെ 70-80% വോട്ടൊക്കെ നേടി ഭയങ്കരമായ ജനപ്രീതി നേടിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു റോബിന് അവിടെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അഖിൽ മാരാർക്കെതിരെ സംസാരിക്കേണ്ടി വന്നത്. അങ്ങനെ അഖിൽ മാരാർക്കെതിരെ സംസാരിച്ച് പുറത്താക്കിയതിന് ശേഷം എയർപോർട്ടിൽ വന്നപ്പോൾ ഡോക്ടർ റോബിൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അതാരും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. കാരണം വേറൊന്നുമല്ല, മാരാർ നല്ല ഹൈപ്പിൽ നിൽക്കുന്ന സമയം. ഇതുപോലെ തന്നെ മാരാർക്ക് കപ്പ് കൊടുക്കുമോ എന്നൊക്കെ വിചാരിച്ച് അവിടെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്താണ് റോബിൻ അവിടെ ഒരു ഫിസിക്കൽ അസാൾട്ടിന്റെ ഒരു വിഷയം എടുത്തിട്ട് അങ്ങനെ പുറത്തു വരുന്നത്. അതിനുശേഷം എയർപോർട്ടിൽ വന്നിട്ട് റോബിൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത് ഫുള്ളി എഡിറ്റഡ് ആണ്, ഞാൻ ചെയ്ത പല കാര്യങ്ങളും ഇവിടെ കാണിച്ചിട്ടില്ല, സംപ്രേഷണം ചെയ്തിട്ടില്ല, എന്നെ അറിഞ്ഞുകൊണ്ട് നെഗറ്റീവ് ആക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ആരും ഇത് മൈൻഡ് ചെയ്തില്ല. എന്ന് വെച്ചാൽ ആ ഒരു നെഗറ്റിവിറ്റി കിടക്കുന്നത് കൊണ്ട് ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ റോബിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സീസൺ 6 നടക്കുന്നതും വെച്ച് ചേർത്ത് വായിച്ചാൽ തീർച്ചയായിട്ടും റോബിൻ പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ഇന്ന് റോബിൻ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ സീസൺ 6 ഇഷ്യൂയെ പറ്റി സംസാരിക്കുന്നുണ്ട്. നമുക്കത് ഒന്ന് കാണാം. അപ്പൊ അതേപോലെ ഡീഗ്രേഡിങ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ ഡീഗ്രേഡ് ചെയ്തേ ഉള്ളൂ. കാലം തെളിയിച്ചു. ഓരോരുത്തരായിട്ട് വന്ന് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി. നെഗറ്റീവായി നിന്ന സമയത്തായിരുന്നു റോബിൻ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത്, ബിഗ് ബോസിനെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ. പക്ഷെ അത് ആരും അംഗീകരിക്കാൻ തയ്യാറായിരുന്നത് റോബിൻ നെഗറ്റീവായി നിന്ന ആ സമയത്തും ആ ഇറങ്ങി വന്ന സിറ്റുവേഷനും വെച്ചിട്ടായിരുന്നു. ഇപ്പം റോബിൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതൊക്കെ ഒരുപാട് പേർക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു, എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒരു തള്ളിപ്പറഞ്ഞ ആളാണ് റോബിനെ ആ സമയത്തൊക്കെ. പക്ഷെ റോബിൻ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണെന്ന് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, മാറ്റം ഉണ്ടാവണമല്ലോ, അതിനാണല്ലോ എല്ലാവരും പ്രതികരിക്കുന്നത്. ആ ഒരു ചാനലിനെ അല്ലെങ്കിൽ എൻഡമോൾ ഷൈൻ എന്ന് പറഞ്ഞ ഒരു ആ ഒരു ഇതിന്റെ ഫേമിനെ അല്ല പറയുന്നത്. ഏഷ്യാനെറ്റിലുള്ള 1-2 പേരാണ് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവർക്ക് മാത്രമേ ഈ ഒരു റോബിനും പറയുന്നത് ഈ സീസൺ 6 പല ആൾക്കാരും സീസൺ 6 കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ഫുൾ ടീമിനെ അല്ല പറയുന്നത്. എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിന്റെ 1-2 പേരെ അവരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നത്. പക്ഷെ നമ്മൾ വെളിയിൽ അറിഞ്ഞത് വെച്ചിട്ട് ഏഷ്യാനെറ്റിന്റെ ആൾക്കാരും 1-2 പേരും, അതുപോലെ തന്നെ ബിഗ് ബോസ് ടീം നടത്തുന്ന ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാരും എല്ലാം ചോദ്യചിഹ്നങ്ങളിൽ നിൽക്കുകയാണ്, ചോദ്യശരങ്ങളിൽ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ സീസൺ അങ്ങനെ അത്രയും നെഗറ്റീവ് ആയിട്ടുണ്ട്. ബിഗ് ബോസിന്റെ ഒരു സുതാര്യതയും വിശ്വാസ്യതയും എല്ലാം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അഖിൽമാരാണെങ്കിലും സിബിനാണെങ്കിലും ഈ പറഞ്ഞ പലരും എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയി. അത് തന്നെ അഖിൽമാരാറിനെ കുറിച്ച് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അഖിൽമാരാറിനെയൊക്കെ സമ്മതിക്കണം. എന്താ വെച്ചാൽ കഴിഞ്ഞ സീസണിലെ വിന്നറായിട്ട് പോലും വേണമെങ്കിൽ മിണ്ടാതിരിക്കാം. ഒരു കോൺട്രവേഴ്സി വരുമ്പോൾ എനിക്ക് ആ വിന്നർ ആയതാണല്ലോ എന്ന് പറഞ്ഞ ഒരു സൈഡിലേക്ക് മാറിയിരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അഖിൽമാരാർ അത് ചെയ്തില്ല. അഖിൽമാരാർ സിബിന് ഒരു വിഷയം വന്നപ്പോൾ സിബിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സിബിനെ സഹായിക്കാൻ ഇറങ്ങിയ ആളാണ്. സിബിന്റെ ഭാഗത്ത് കൃത്യമായ കാര്യങ്ങളുണ്ട്, തെളിവുകളുണ്ട്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിലും അഖിൽമാരാർക്ക് കഴിഞ്ഞ സീസണിൽ അനുഭവിക്കേണ്ടി വന്ന കുറെ കാര്യങ്ങൾ വെളിയിൽ വന്നിട്ട് അഖിൽമാരാർ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വെച്ചിട്ട് അഖിൽമാരാർ തീർച്ചയായിട്ടും പ്രതികരിക്കാൻ ഇറങ്ങി വന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ, മറ്റുള്ള ആൾക്കാരായിട്ട് ആരും അത് ചെയ്തതായിട്ട് തോന്നുന്നു. കൂടുതൽ പേരും ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ കുറെ പേര് അഖിൽമാരൊക്കെ സപ്പോർട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിന് മുമ്പ് കുറെ പേര് ഇന്റർവ്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസിന്റെ ഈ ഷോയ്ക്കെതിരെയൊക്കെ, ഈ ഷോയിൽ കാണിക്കുന്ന ഈ നെറുകേടിനെതിരെയൊക്കെ. അപ്പൊ ഇനിയും കുറെ പേരുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് സപ്പോർട്ട് ചെയ്ത് വരുന്ന കുറെ ആൾക്കാർ വേറെ ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്കറിയാം. പല റിവ്യൂസ് നമുക്ക് കണ്ടതാണ്. അവർ പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് അതിൻ്റെതായ പ്രയോജനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ അഖിൽമാരാർ ഈ പ്രയോജനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കാവുന്ന ആളായിരുന്നു അഖിൽമാരാർ. എന്നിട്ട് അഖിൽമാരാർ ആൺകുട്ടി, അതിന്റെ കൂലിക്കുട്ടി തന്നെ പറയണം, ഇങ്ങനെ ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിക്കെതിരെ തന്നെ പ്രതികരിക്കുന്നത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ആരും ചെയ്യാൻ മടിക്കുന്ന കാര്യം. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അതിന്റെ വോയിസ് ഒക്കെ എന്റെ ഉണ്ട്. ഞാൻ വരത്തില്ലെന്നാ പറഞ്ഞു.
വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി, വന്നു. അവിടെ കയറുന്നതിന് മുന്നെയാണ് ഞാൻ അറിയുന്നത് എന്നെ ഡീഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് ഫ്രസ്ട്രേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞത്. ഇപ്പോൾ സീസൺ 4നെ കുറിച്ച് പറയുകയാണെങ്കിൽ സീസൺ 4 ഒരു ഫിസിക്കൽ അസാൾട്ട് നടത്തിയെന്നുള്ള പേരിലാണ് റോബിനെ പുറത്താക്കിയത്. റോബിന് പിന്നെ ഭയങ്കര ഫാൻ ബേസ് ഒക്കെ ആയിരുന്നു, വലിയ ഫാൻ ബേസ് ആയിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരാണേലും ഡീഗ്രേഡ് ചെയ്യാൻ തോന്നും. റോബിൻ പറയുന്നത് നമുക്ക് ഇപ്പോൾ ശരിയാണ് എന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ആ ഫിസിക്കൽ അസാൾട്ട് ഒന്നുമല്ല ഇപ്പോഴത്തെ സീസണുകളൊക്കെ, അത് കഴിഞ്ഞ് വന്ന സീസണുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഫിസിക്കൽ അസാൾട്ട് ഒന്നുമല്ല. അതിലും വലിയ ഫിസിക്കൽ അസാൾട്ട് നടത്തിയിട്ട് അവരൊക്കെ പുഷ്പം പോലെ അതിനകത്ത് നിൽപ്പുണ്ട്. ബിഗ് ബോസ് ഹൗസിനകത്തൊക്കെ നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. റോബിൻ പറയുന്നുണ്ട്, റോബിനെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ സീസൺ 5 ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ റോബിൻ പോകാൻ തയ്യാറല്ലായിരുന്നു. എന്നിട്ടും റോബിനെ കമ്പയർ ചെയ്താണ് കൊണ്ടുപോയത്. എന്താ വെച്ചാൽ അവരുടെ മറ്റൊരു എഗ്രിമെന്റ് കിടക്കുന്നത് കൊണ്ട് ആ എഗ്രിമെന്റിന്റെ മേളിലാണ് വിളിച്ചത്. അപ്പോഴും റോബിൻ അറിഞ്ഞു റോബിനെ നെഗറ്റീവ് ആക്കാനാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ റോബിൻ അതൊന്നും വെളിയിൽ പറഞ്ഞില്ല. അതിനുശേഷം അകത്ത് പോയി നെഗറ്റീവായിട്ട് വെളി വന്നപ്പോഴാണ് റോബിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ അതാരും അക്സെപ്റ്റ് ചെയ്യാൻ പലർക്കും പറ്റിയില്ല. അത് ഞാൻ അന്നേ പറഞ്ഞ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അഗൻസ്റ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സോ ഒബ്വിയസ്ലി എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ നടന്നു. ഇനി ആരൊക്കെ നിൽക്കുന്നോ അവരെ എല്ലാവരും ഡീഗ്രേഡ് ചെയ്യും. മനസ്സിലായില്ലേ? സോ അതിൽ ഇത് കാണുന്ന ജനങ്ങൾ ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് ഇതൊരു വലിയ കോപ്പറേറ്റീവ് കമ്പനിയാണ്. ഈ കോപ്പറേറ്റീവ് കമ്പനിക്കെതിരെയാണ് ഇവരെല്ലാം പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ അവര് മാക്സിമം ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുമെന്നാണ് റോബിൻ പറയുന്നത്. പക്ഷെ ഇപ്പോൾ പഴയ സിറ്റുവേഷൻ അല്ല. ഇപ്പോൾ പലരും ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിൽ നടക്കുന്നതും ഏഷ്യാനെറ്റിൽ നടക്കുന്നതുമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങി, ജനങ്ങളിലേക്ക് എത്തി, പ്രേക്ഷകർ സംശയമൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളിലെല്ലാം ജനങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കാണ് ഇപ്പം നെഗറ്റീവ് വീണിരിക്കുന്നത്. ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് തന്നെ വലിയൊരു നെഗറ്റീവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോപ്പറേറ്റീവ് കമ്പനി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ജനങ്ങൾ എന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ മന്ദബുദ്ധികളൊന്നും അല്ല, നല്ല ബുദ്ധിയുള്ളവരാ. അപ്പോൾ ഇനി ആ കളി നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഷോ നല്ലൊരു ഷോ ആണ്. നല്ല ആൾക്കാർ നടത്തണമെന്നുണ്ടെങ്കിൽ, ജെന്യൂൻ ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് റോബിൻ പറയുന്ന ഒരു കാര്യമാണ്. ഇത് നല്ലൊരു ഷോയാണ്, നല്ല ആൾക്കാർ നടത്തി കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഷോ ആണെന്ന് പറയുന്നത് സത്യമായ കാര്യമാണ്. ഇത് നല്ല ജെന്യൂനായിട്ട് നടത്തി കഴിഞ്ഞാൽ ഇതുപോലൊരു നല്ലൊരു ഷോ ഇല്ല. ഇതിൽ മാൻ പവറാണ്. ഇതിനകത്ത് കയറി കൈ കടത്തി കഴിയുമ്പോഴാണ്, ഇപ്പൊ ഡയറക്ടർ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിക്കോട്ടെ, ക്രൂ മെമ്പേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവിടെ കൈകടത്തൽ ഉണ്ടാകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് കൈകടത്തൽ ഉണ്ടാകും. ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോയിൽ വോട്ടിംഗ് നടത്തുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ കൈകടത്തൽ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അത് മനസ്സിലാവും. എവിക്റ്റ് ആവുന്ന കാര്യങ്ങൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം കാണുമ്പോൾ, അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങൾ, ചോദ്യം ചെയ്യപ്പെടാത്ത ചില കാര്യങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നു. അപ്പം ഇത് നല്ലൊരാൾക്കാർ തീർച്ചയായിട്ടും ഇതിന്റെ ഇതെല്ലാം ഈ ക്രമീകരണങ്ങളൊക്കെ മാറി വിശ്വാസയോഗ്യമായ ആൾക്കാർ ഇതിനകത്ത് വന്ന് അവർ വർക്ക് ചെയ്ത് ഷോ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഇതുപോലൊരു നല്ല ഷോ ഇല്ല. അത് സത്യമാ, അത് നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ അല്ലെന്നാണ് ഇപ്പൊ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന പല റിപ്പോർട്ടുകളും നമ്മളെല്ലാം കാണുമ്പോഴും നമുക്കെല്ലാം മനസ്സിലാവുന്നത്. ഫിനാലെ വീക്ക് വന്നിട്ടുണ്ട്. സോ അതില് ജെന്യൂൻ ആയിട്ടുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആള് ജയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ആര് തന്നെയാണെങ്കിലും ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി. ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഫേക്കോ അല്ലെങ്കിൽ വോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്താണ് അതിന്റെ ഒരു ജെന്യൂനിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാനും അവർ റെസ്പോൺസിബിൾ ആയിരിക്കും. ഇവിടെ പറയുന്നത് വോട്ടിങ്ങിനെ കുറിച്ചാണ്. വോട്ടിങ്ങിൽ ഇവിടെ ഡിസർവായ ആൾ ജയിക്കണം എന്നാണ് പറയുന്നത്. ഡിസർവായ ആൾ ജയിക്കണമെങ്കിൽ വോട്ടുകൾ നമ്മൾ കേട്ടതാണ്. പലരും വോട്ടുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ വോട്ടുകൾ ഉണ്ടായിരുന്നത് അഖിൽമാരാർ എന്ന് ആ പ്രസ് മീറ്റിലും പറഞ്ഞിരുന്നു. ആ ഷോയിൽ ആ ബിഗ് ബോസിനകത്തുള്ള ഒരു മെമ്പർ, അല്ലെ ആ ഷോ ഡയറക്റ്റ് ചെയ്യുന്ന ആ ടീമിലുള്ള ഒരു മെമ്പർ ഇത് പറ്റില്ല, വോട്ട് കളഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് അവിടെ ആ കൃത്യമായിട്ട് വോട്ടുകളെ എടുത്ത് കളഞ്ഞ് കൃത്യമായി വിലയിരുത്തിയാണ് അന്ന് വിജയെ പ്രഖ്യാപിച്ചത്. ഇപ്പോഴും വോട്ടുകൾ ഒരുപാട് പേര് ചെയ്യുന്നു എന്ന് വെളിയിൽ വരുന്നുണ്ട്. വോട്ടുകൾ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്നെന്ന്. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോഴും പറയുന്നത് നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്, നമുക്കിപ്പോൾ ഒരാൾ അപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് അകത്ത് ജയിക്കും എന്നുള്ളൊരു സ്ഥിതിയാണെങ്കിൽ വേറൊരാൾക്ക് കപ്പ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കേസിന് പോകാം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും കേസിന് പോകാം. അപ്പോൾ കേസിന് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ഓഡിറ്റ് ചെയ്ത് കാണിക്കേണ്ടതാണ്. ഈ വോട്ടിങ്ങിനെ ഇത് കാണിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ വോട്ടുകൾ കയറിയതെല്ലാം കാണിക്കേണ്ടി വരും എന്നാണ് പുള്ളി പറയുന്നത്. റോബിനെ എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. കഴിഞ്ഞ സീസൺ കഴിഞ്ഞത് മുതൽ റോബിന് കഷ്ടകാലമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, റോബിൻ ആ ഒരു ഷോയിലേക്ക് പോയിട്ട് ഇറങ്ങി വന്നത് പിന്നെ ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. പിന്നെ വരുന്നതും റോബിൻ തൊടുന്നതും എടുക്കുന്നതും എല്ലാം നെഗറ്റീവായിട്ടാണ് എല്ലാവരും ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ റോബിൻ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, കുറച്ച് കുറ്റങ്ങൾ എൻ്റെ കയ്യിലും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അതും മനസ്സിലാക്കി റോബിൻ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്.
അപ്പോൾ കുറെ ഹേറ്റേഴ്സ് ആ രീതിയിലും റോബിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹേറ്റേഴ്സിനായാലും ആർക്കാണെങ്കിലും ഇപ്പോൾ റോബിൻ പറഞ്ഞ കാര്യങ്ങളിൽ ചില വ്യക്തതകൾ വരുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പല കാര്യങ്ങളും സത്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് റോബിൻ അന്ന് പറഞ്ഞിരുന്നത്. ഈ ഫുള്ളി എഡിറ്റഡ് ഷോയാണ്, ഇത് മനുഷ്യനെ കളിപ്പിക്കുന്ന ഷോയാണ്, ഇത് അവർ തീരുമാനിക്കുന്ന പോലെയാണ് വെളിയിലോട്ട് വരുന്നത്, പല കാര്യങ്ങളും വെളിയിലോട്ട് വരുന്നില്ല എന്നൊക്കെ റോബിൻ അന്ന് പറഞ്ഞിരുന്നു. അതാരും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ ബിഗ് ബോസ് സീസൺ 6 കുറിച്ചുള്ള കോൺട്രവേഴ്സി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.